ശ്ലോകം 7. യാതേ തുയ്യാശു. നാരായണ ഋഷി തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പോകേണ്ട താമസം അതാണ്. യാതേ തുയ്യാശു. ആശു വാതാകുല ജലതകള തോയ പൂർണാതികൂർണ. എന്തൊന്നുമില്ലാത്ത കാറ്റ്, ആ കാറ്റ് കൊണ്ട് ജലം മുഴുവൻ ഇളകി മറിഞ്ഞു. അതെ, എവിടുന്നുള്ള ജലമാണ്? മേഘത്തിൽ നിന്നുള്ളതായി ജലം. അതെ, ജലതകളത്തോയ പൂർണാതികൂർണക. മേഘത്തിലുള്ളതായ ജലം മുഴുവൻ ഇളകി മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. അതികൂർണ, അങ്ങനെ മറിഞ്ഞ് വല്ലാതെ കണ്ട് ഇളകി മറിഞ്ഞു. കാറ്റ് മൂലം മേഘങ്ങൾ സർവത്ര വ്യാപിച്ചു. എത്രത്തോളം മഴ പെയ്തു? സപ്താർണോ രാശിമഗ്നേ ജഗതി. 7 സമുദ്രങ്ങളും, സപ്ത അർണങ്ങൾ, അർണവങ്ങളുടെ രാശി കൂട്ടം, സമുദ്രക്കൂട്ടം മുഴുവൻ ഇളകി മറിഞ്ഞു. സതുജലേ സംഭ്രമൻ വർഷകോടി. കര എന്ന ഒന്നില്ലാതായി. അങ്ങനെ ആ വെള്ളത്തിൽ മാർക്കണ്ഡേയ മഹർഷി നീന്തിക്കൊണ്ടിരുന്നു. സതുജലേ സംഭ്രമൻ, എന്തെന്നില്ലാത്ത പരിഭ്രമത്തോടുകൂടി ആ വെള്ളത്തിൽ അങ്ങനെ നീന്തി ഇരുന്നു. എത്ര കാലം? വർഷകോടി, കോടി വർഷം, വലിയൊരു കാലം. ദീനഹ, അത്യന്തം ദുഃഖിതനായി. കയ്യും കാലുമൊക്കെ കുഴഞ്ഞിരിക്കണം. ഒന്ന് നല്ലവണ്ണം നോക്കി. ആ ആലിൻ്റെ കൊമ്പിൻ്റെ അറ്റത്താരാ കിടക്കണ? പ്രൈശിഷ്ട ദൂരേ വടതള ശയനം. ആലിൻ്റെ കൊമ്പ് ഈ വെള്ളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ കഞ്ചിത് ആശ്ചര്യബാലം. ഏതോ ഒരു കുട്ടിയല്ലേ അതിൽ കിടക്കുന്നത്? കഞ്ചിത് ആശ്ചര്യബാലം. എങ്ങനെയാണ് ഇത്ര സുന്ദരനായിട്ടുള്ളതായ കുട്ടി ഈ വെള്ളത്തിൽ കിടക്കുന്നത്? മേൽപ്പത്തൂര് പറയുകയാണ്, ത്വാമേവ, ഏ ഗുരുവായൂരപ്പ, അങ്ങ് തന്നെയല്ലേ അന്ന് അവിടെ ആലിലയിൽ കിടന്നത്. ശ്യാമളാംഗം, കറുപ്പ് നിറത്തിലുള്ളതായ ശരീരം. വദന സരസിജ ന്യസ്തപാദാങ്കുലീകം. ആ കാലിൻ്റെ തളവിരലിനെ പിടിച്ച് തൻ്റെ വദനത്തിൽ, എങ്ങനെയുള്ള വദനം? സരസിജ വദനം, താമര പോലെയുള്ള മനോഹരമായ ആ മുഖത്തിലെ വായിൽ ന്യസ്തപാദാങ്കുലീകം, ആ തള്ളവിരൽ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ട് അങ്ങനെ കുടിച്ചുകൊണ്ട് ചക്രാകൃതിയിൽ ഉണ്ണി കിടക്കുന്നു. എന്തെന്നില്ലാത്തതായ സന്തോഷം മാർക്കണ്ഡേയനുണ്ടായി. ഈ ഭാഗമാണ് ആചാര്യന്മാർ ഭഗവാനെ വർണ്ണിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹേ മുകുന്ദനായ ബാലൻ, മുക്തിയെ പ്രദാനം ചെയ്യുന്ന ബാലൻ. മുകും ദദാതി ഇതി മുകുന്ദ. മുകും എന്ന് പറഞ്ഞാൽ മുക്തിയെ നൽകുന്നു. മുക്തിയെ നൽകുന്നതായ ബാലൻ. പ്രൈശിഷ്ടദൂരേ വടതളശയനം കഞ്ചിതാശ്ചര്യബാലം.
എല്ലാവർക്കും മുക്തിയെ പ്രദാനം ചെയ്യുന്ന ആ ഉണ്ണി ആരാണത്? ഗുരുവായൂരപ്പൻ തന്നെ. ഗുരുവായൂരപ്പൻ തന്നെ. ത്വാമേവ ശ്യാമളാംഗം, കറുത്ത ശരീരത്തോടുകൂടി, വദന സരസിജ ന്യസ്തപാദാങ്കുലീകം, ആ കാൽ പെരുവിരൽ പിടിച്ച് വായിലേക്ക് ഇട്ടുകൊണ്ട് ചക്രാകൃതിയിൽ കിടക്കുന്നു. ഇവിടെയെല്ലാം ചക്രം പോലെയാണ്. വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. എവിടെ തുടങ്ങണു എവിടെ അവസാനിക്കണു പറയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആ മുകുന്ദനെ മാർക്കണ്ഡേയൻ കണ്ടു. എന്തെന്നില്ലാത്തതായ സന്തോഷത്തോടുകൂടി ആ ബാലനെ ആലിംഗനം ചെയ്യാനായി ആ ആൽക്കൊമ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ്.